പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. കുറ്റം അവരുടേതാണെന്ന് അവർ അറിഞ്ഞിരിക്കുന്നു. ആ വ്യക്തി നിങ്ങളോട് അങ്ങനെ പെരുമാറിയതിൽ ഇപ്പോൾ ലജ്ജിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2 ഫയലുകൾ നൽകിയിരിക്കുന്നു. ഇഷ്ട ഫയൽ തിരഞ്ഞെടുത്തതിന് ശേഷം ആ വ്യക്തിയെ ഓർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുത്തതിന് ശേഷം നിങ്ങൾ വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ആദ്യത്തെ ഫയലിലേക്ക് പോകാം. എന്ന ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിംഗ് ആണ് നാം നോക്കുന്നത്. ആ വ്യക്തിക്ക് തുടക്കം മുതലേ മനസ്സിലായിരിക്കുന്നു തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്. ഇപ്പോൾ അത് കൃത്യമായി ആ വ്യക്തി അറിയുന്നുണ്ട്. മറ്റുള്ള ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് തൻ്റെ ഇഷ്ടവ്യക്തിയെ ദുഃഖിപ്പിച്ചിരിക്കുന്നു, തൻ്റെ ഇഷ്ടവ്യക്തിയെ വിഷമിപ്പിച്ചിരിക്കുന്നു. അത് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലപ്പുറത്താണ്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ താൻ തന്നെ വേദനിപ്പിച്ചിരിക്കുന്നു. ഇനി എന്താണതിന് പോംവഴി? തൻ്റെ ജീവിതത്തിൽ പറ്റിയ ആ പറ്റ് വീണ്ടും താൻ പലപ്പോഴും ആവർത്തിച്ചിരിക്കുന്നു. ഇനി തനിക്ക് എന്താണതിൽ ഒരു പോംവഴി ചെയ്യാൻ കഴിയുക? ഇപ്പോൾ ആ വ്യക്തി ചെയ്ത പ്രവൃത്തികളെ ഓർത്ത് ലജ്ജയുണ്ട്. തുടക്കം മുതൽ തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തൻ്റെ വ്യക്തിയെ വിഷമിപ്പിക്കുന്നതാണെന്നും തെറ്റ് തൻ്റെ ഭാഗത്താണെന്നും പൂർണ്ണമായി ബോധ്യപ്പെട്ടിരിക്കുന്നു. ആരൊക്കെയോ പറഞ്ഞത് വിശ്വസിച്ച് നിങ്ങൾക്കെതിരെ ആ വ്യക്തി പ്രവർത്തിച്ചു. ആ വ്യക്തി അവരുടെ ദുഷ്ടലാക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഏതൊക്കെ വ്യക്തിയാണോ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചത്, അവരുടെ വാക്ക് അപ്പാടെ വിശ്വസിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. എല്ലാം അവർ പറയുന്നത് ശരിയാണ് എന്നുള്ള ഒരു മുൻധാരണയോടുകൂടി നിങ്ങളോട് പെരുമാറി. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ഒരു ബന്ധത്തെയും അത് സപ്പോർട്ട് ചെയ്തില്ല. അതായത് തുടക്കം മുതലേ നിങ്ങൾ ശരിയല്ല എന്നുള്ളൊരു ധാരണയോടെ പോയി. അത് ഒരിക്കലും താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല. നിങ്ങൾക്കതിലൊരുപാട് വിഷമമുണ്ടായി. പലപ്പോഴും നിങ്ങൾ ആ വ്യക്തിയോട് ഇതേക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ തുറന്നു നോക്കാതെ, അല്ലെങ്കിൽ ഒട്ടും മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി. അത് വലിയ തരത്തിലുള്ള ഒരു അപകടമായി മാറി, വലിയ തരത്തിലുള്ള ഒരു തലവേദനയായി മാറിയിരിക്കുന്നു. ആ വ്യക്തിയെ സംബന്ധിച്ച് അതേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് ദുഃഖം തോന്നുന്നു, വിഷമം തോന്നുന്നു. ഇപ്പോൾ നാണക്കേടും ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളുടെ ചെയ്തതിനെ ഓർത്ത് വലിയ കുറ്റബോധത്തിലാണ് ആ വ്യക്തിയുള്ളത്. അത് ഉടൻ തിരുത്തും. നിങ്ങളുടെ അടുത്ത് തന്നെ കാല് പിടിച്ച് വരേണ്ടി വരും. കാരണം വലിയ നാണക്കേട് ആ വ്യക്തിക്ക് തോന്നുകയാണ്. സ്വയം ഒരു അപമതിപ്പ് ആ വ്യക്തിക്ക് തോന്നിക്കഴിഞ്ഞു. താൻ ഇത്തരം പ്രവർത്തനങ്ങളാണല്ലോ അറിയാതെയാണെങ്കിലും മറ്റുള്ളവരുടെ വാക്ക് കേട്ടാണെങ്കിലും എൻ്റെ വ്യക്തിയോട് ചെയ്തത് എന്നുള്ള വലിയ കുറ്റബോധം ആദ്യം മുതൽ അവസാനം വരെ ആ വ്യക്തിക്ക് തോന്നുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഈ ഫയൽ തിരഞ്ഞെടുത്ത വ്യക്തിയുടെ റീഡിംഗ് ആണ്. തുടക്കത്തിൽ നിങ്ങളെ വിശ്വസിച്ച നിലപാടാണ് ആ വ്യക്തി സ്വീകരിച്ചത്. പക്ഷെ അവസാനം എത്തിയപ്പോൾ ചില ആളുകളുടെ ചതിക്കുഴികളിൽ ആ വ്യക്തി വീണു. നിങ്ങളെ കൃത്യമായിട്ട് അറിയാവുന്ന, നിങ്ങളുടെ മനസ്സറിയാവുന്ന, നിങ്ങളെ എല്ലാ കാലത്തും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായിരുന്ന ഒരു വ്യക്തി, പക്ഷേ ഒരു ഘട്ടമെത്തിയപ്പോൾ ചില ആളുകൾ കടന്നു വരികയും അതധികം വൈകാതെയുള്ള ഘട്ടം, ഈ തൊട്ടടുത്ത സമയത്ത് എപ്പോഴും അങ്ങനെ ചില ആളുകളുടെ വാക്ക് കേട്ട് നിങ്ങളെ വെറുക്കുന്ന സമീപനത്തിലേക്ക് ആ വ്യക്തി പോയി. പിന്നെ പറഞ്ഞതും പ്രവർത്തിച്ചതൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ എല്ലാം തൻ്റെ തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കുറ്റബോധത്തോടെ നിൽക്കുന്ന ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാം. പക്ഷെ നിങ്ങൾ ആ വേദന കൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകാതെ നിൽക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ട്. എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വല്ലാതെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് പെട്ടെന്ന് പുറത്തു കൊടുക്കാൻ കഴിയാത്ത, നിങ്ങൾക്കത് പെട്ടെന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയോട് ചില കടപ്പാടുകൾ ഉണ്ടായപ്പോഴാണ് ആ വ്യക്തിയുടെ വാക്ക് കേൾക്കേണ്ടി വന്നത്.
പക്ഷെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അതിൽ കുറ്റബോധം തോന്നുന്നുണ്ട്. കാരണം നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ച ആ മൂന്നാം കക്ഷി, ആ തേർഡ് പാർട്ടി ചതിക്കുകയായിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ. ആ വ്യക്തിക്ക് ചില ദുരുദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളെപ്പറ്റി അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിപ്പിച്ച് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചത്. അതിൽ ആ വ്യക്തി, ആ തേർഡ് പാർട്ടി വിജയിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ മുഖത്ത് നോക്കാൻ കഴിയാതെ നാണക്കേട് കൊണ്ട് നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തിയാണ്. വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം ചതി നിങ്ങളുടെ വ്യക്തിക്ക് നേരെ തന്നെ വന്നിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിക്കാണ് ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്തത്. കാരണം നിങ്ങളുടെ വ്യക്തി മാത്രമാണ് അവിശ്വസിച്ചത്. നിങ്ങൾ ആ സമയത്തൊക്കെ നിങ്ങളുടെ വ്യക്തിയോട് പറയുന്നുണ്ടായിരുന്നു, കാര്യങ്ങൾ അങ്ങനെയല്ല, എൻ്റെ സ്ഥിതി ഇതാണ്, ഞാൻ ഇതാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നിങ്ങൾ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പോലും തെറ്റായിട്ട് ചെയ്ത്, തെറ്റായിട്ട് പറഞ്ഞ് നിങ്ങളെ തകർക്കുന്ന നിലപാടാണ് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇപ്പോൾ നാണക്കേട് കൊണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഇരിക്കുകയാണ്. ഒരു തരത്തിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ്. ഇപ്പോൾ എങ്ങനെ വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് കാല് പിടിച്ച് പറയുമെന്നുള്ള രീതിയിലിരിക്കുകയാണ്. നിങ്ങളെങ്ങാനും മനസ്സിലാക്കിയാൽ അത് ഭാഗ്യമെന്ന് കരുതും. അങ്ങനത്തെ അവസ്ഥയിലാണ് ആ വ്യക്തിയുള്ളത്. ലജ്ജിച്ച് നിൽക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.